വയനാട് കള്ളാടി ദുരന്തത്തിൽ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ച സർക്കാർ പൂർണ്ണമായും കരാറുകാരുടെ വീഴ്ചയെ പഴിച്ചുകൊണ്ടാണ് അഡ്വക്കേറ്റ് ജനറൽ പ്രാഥമിക റിപ്പോർട്ട് നൽകിയത്. 2024 മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ സ്വമേധയാ എടുത്ത കേസിനൊപ്പമാണ് കോടതി റിപ്പോർട്ടും പരിഗണിക്കുന്നത്. അതുല്യ ചേരുന്ന വിവരങ്ങളുമായി. അതുല്യ, ഏതായാലും ഈ ഒരു അപകടത്തിൽ, ഈ ഒരു മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ പൂർണ്ണമായും ഈ ഒരു കരാർ കമ്പനിയെ പഴിച്ചുകൊണ്ടാണ് ഇപ്പോൾ സർക്കാരിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി, നേരത്തെ 2024 ചൂരൽമല മുണ്ടക്കൈ ദുരന്തമുണ്ടായപ്പോൾ കോടതി ഒരു സ്വമേധയാ കേസെടുത്തിരുന്നു. ആ കേസ് ഇപ്പോൾ കള്ളാടിയിലുണ്ടായ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വീണ്ടും പരിഗണിക്കാൻ എടുക്കുകയായിരുന്നു. ഇന്നത്തേക്ക് വീണ്ടും പോസ്റ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ആ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പമാണ് അഡ്വക്കേറ്റ് ജനറലിന് ഒരു വസ്തുതാ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയത്. നിലവിൽ ഈ പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. പൂർണ്ണമായ ഒരു റിപ്പോർട്ട് അത് സമർപ്പിച്ചിട്ടില്ല. കാരണം ഈ രക്ഷാപ്രവർത്തനം പോലും പൂർത്തിയായിട്ടില്ല. എല്ലാം തന്നെ അന്വേഷണം പോലും ആദ്യഘട്ടത്തിലാണ്. അതിനാൽ തന്നെ ഒരു പ്രാഥമിക റിപ്പോർട്ടാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. പൂർണ്ണമായും ഈ തുരങ്കപാത നിർമ്മാണത്തിൻ്റെ കരാറുകാരെ പഴിച്ചുകൊണ്ടാണ് ഈ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പലയാവർത്തി നിർദ്ദേശം നൽകിയിട്ടും അവർ അത് കണക്കിലെടുത്തില്ല എന്നും ആ ഒരു അനാസ്ഥയാണ് ഈ ഒരു ദുരന്തത്തിന് കാരണമായത് എന്നും ആണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. കൊങ്കൺ റെയിൽവേയുടെ ഇതിൻ്റെ ചുമതലയുണ്ടായിരുന്ന ഡെപ്യൂട്ടി എഞ്ചിനീയർക്ക് തന്നെ ഈ ഒരു ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറോട് മണ്ണ് മാറ്റുന്നത് സംബന്ധിച്ച് പലതവണ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ അവർ അത് പാലിച്ചില്ല എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രമല്ല, ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഇത്രയെങ്കിലും കുറഞ്ഞത് സർക്കാർ ഇടപെടൽ കൊണ്ടാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ ജൂൺ 5 തന്നെ ഈ തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെച്ചിരുന്നു. അത് മൺസൂണും അതുപോലെ തന്നെ മഴയുടെ വരവും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് മഴ കനക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട് സർക്കാർ എടുത്ത മുൻകരുതൽ നടപടിയാണ് അത്. അത്തരത്തിൽ സർക്കാർ ഇടപെട്ട് എല്ലാ പ്രവർത്തികളും, തുരങ്കത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തികളും, മണ്ണെടുക്കുന്നതും നീക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തികളും നിർത്തിവെപ്പിച്ചു. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ദുരന്തത്തിൽ ഈ മരണസംഖ്യ കുറയാൻ കാരണം. സർക്കാരിൻ്റെ ഈ ഒരു സമയോചിതമായ ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ മരണസംഖ്യ ഇനിയും ഉയർന്നേനെ എന്നെല്ലാം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വയനാട് ദുരന്ത നിവാരണ അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും എല്ലാം തന്നെ പലതവണ പ്രത്യേക യോഗം ചേർന്ന് ഈ വിഷയം ചർച്ച ചെയ്യുകയും അതിനുവേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു എന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അതായത് 25/5/2026, അതുപോലെ തന്നെ 19/6/2022, അതായത് മെയ്യിലും ജൂണിലുമായി പൊതുമരാമത്ത് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം, അതുപോലെ തന്നെ വയനാട് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം, അതുപോലെ തന്നെ ജൂൺ 25 ഒരു PWയുടെ യോഗം. ആ ജൂൺ 25 യോഗത്തിലെ മിനിറ്റ്സാണ് മണ്ണ് മാറ്റാനുള്ള നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള മിനിറ്റ്സൊക്കെ പുറത്തു വന്നിരുന്നു. അങ്ങനെ ഒരു 5 തവണയെങ്കിലും പല ആവർത്തി ഇതേ വിഷയത്തിൽ യോഗം ചേർന്നിരുന്നു. അപ്പോഴൊക്കെ ഈ കരാറുകാർക്ക് ഈ മണ്ണ് നീക്കം ചെയ്യുന്നതിനെ കുറിച്ച് നിർദ്ദേശം നൽകിയിരുന്നു, മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷെ അവരതൊന്നും പാലിച്ചില്ല. അങ്ങനെ പൂർണ്ണമായും ഈ കരാറുകാരുടെ വീഴ്ചയാണ് ഈ ഒരു ദുരന്തത്തിന് പിന്നിൽ എന്നാണ് ഈ റിപ്പോർട്ട് പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ഇടപെടലിനെ പ്രശംസിച്ചുകൊണ്ട്, സർക്കാരിൻ്റെ വളരെ സമയോചിതമായ ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ ദുരന്തം ഇനിയും എത്രയോ മടങ്ങ് വലുതായേനെ എന്നുകൂടി പറയുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. ഇതെന്തായാലും പ്രാഥമിക റിപ്പോർട്ടാണ്. അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തിന് ശേഷം ആയിരിക്കും കൂടുതൽ പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയുക. 2 തരത്തിലുള്ള ഒരു ഇരട്ട അന്വേഷണമാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതും ഈ റിപ്പോർട്ടിൽ വിശദമാക്കുന്നുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പഴുതടച്ച വളരെ ആഴത്തിലുള്ള ഒരു അന്വേഷണം നടക്കും. ഒന്ന്, പരിസ്ഥിതി സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഈ ദുരന്തത്തിന് പിന്നിലെ കാരണം കണ്ടുപിടിക്കാനുള്ള ഒരു അന്വേഷണം ഉണ്ടാകും. അതുപോലെ തന്നെ തുരങ്കപാതയുടെ നിർമ്മാണം, അതിൽ ഈ അനുമതികളെല്ലാം പാലിക്കപ്പെട്ടിട്ടുണ്ടോ, പരിസ്ഥിതി നിർദ്ദേശങ്ങൾ, പാരിസ്ഥിതികമായിട്ടുള്ള നിർദ്ദേശങ്ങളും അനുമതികളും പാലിക്കപ്പെട്ടിട്ട് തന്നെയാണോ നിർമ്മാണം നടന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ മറ്റൊരു അന്വേഷണം. അങ്ങനെ 2 രീതിയിൽ 2 വഴിക്ക് തികച്ചും സ്വതന്ത്രമായ 2 അന്വേഷണങ്ങളാണ് ഇതിൽ നടക്കുക എന്നും സർക്കാർ ഇപ്പോൾ ഈ അഡ്വക്കേറ്റ് ജനറൽ വഴി ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ശരി, എന്തായാലും കള്ളാടി ദുരന്തത്തിൽ ഹൈക്കോടതിയിൽ സർക്കാർ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. പൂർണ്ണമായും ഈ കരാറുകാരുടെ വീഴ്ചയെ പഴിച്ചുകൊണ്ടാണ് അഡ്വക്കേറ്റ് ജനറൽ പ്രാഥമിക റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ സ്വമേധയാ എടുത്ത കേസിനൊപ്പമാണ് കോടതി റിപ്പോർട്ടും പരിഗണിക്കുന്നത്. അതുല്യാണ് വിവരങ്ങൾ നൽകിയത്.